മൂകാംബികേ ദേവി ജഗദംബികേ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബെന്തൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ഈ സൗഭർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നിലകൊള്ളുന്നത്. മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ലോകമെമ്പാടുമുള്ള ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയവുമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദി പരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത്. എന്നാൽ മറ്റു ചില ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. എല്ലാ പൂജകളും ഈ 3 സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ്. ശ്രീചക്ര പീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന ക്ഷേത്രത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന് സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി ശ്രീ മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവും ഉണ്ട്. ഗ്രാമത്തിന്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ക്ഷേത്രത്തിന്റെ 4 വശവും നിരവധി മലകളാൽ ചുറ്റി നിൽക്കുകയാണ്. 12 അടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ കാണാം. പടിഞ്ഞാറു ഭാഗത്ത് 1/2 കിലോമീറ്റർ മാറി മാരികാംബ ക്ഷേത്രം, എന്നാൽ മാരിയമ്മൻ ക്ഷേത്രം എന്നാണ് നമ്മളിവിടെ പറയുക കേട്ടോ, എന്ന മറ്റൊരു ദേവി ക്ഷേത്രം അവിടുന്ന് അല്പം മാറി സിദ്ധേശ്വര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സിദ്ധേശ്വര ക്ഷേത്രം ശിവക്ഷേത്രവുമാണ്. തെക്കേ നടയിൽ ക്ഷേത്രം തന്ത്രിമാരുടെ വീട് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ അഗ്നി തീർത്ഥം എന്ന പേരിൽ ഒരു കൊച്ചു അരുവി ഒഴുകി പോകുന്നുണ്ട്. ഇതിന്റെ തെക്ക് ഭാഗത്തൂടെ പോയാൽ മറുകരയിലെത്താം. കുടജാദ്രിയിൽ നിന്ന് വരുന്ന ഈ അരുവിയും മറ്റ് 63 അരുവികളും ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് വെച്ച് സംഗമിച്ചാണ് സൗഭർണികയാകുന്നത്. കിഴക്കേ നടയിൽ ക്ഷേത്രം വക ചെരുപ്പ് കൗണ്ടറും ഉണ്ട്. ഇതിനടുത്താണ് ക്ഷേത്രത്തിലെ ആനകളെ പാർപ്പിക്കുന്നത്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണ കൊടിമരവും അതിന് തൊട്ടു മുന്നിലുള്ള ഏതാണ്ട് അത്രയും വലുപ്പം ഉള്ള ദീപസ്തംഭവുമാണ്. തനി കന്നഡ ശൈലിയിലാണ് ഇവിടെ കൊടിമരം പണിതിട്ടുള്ളത്. ഇതിന്റെ മുകളിലെ ഭാഗം സ്തൂപാകൃതിയിലും താഴെയുള്ള ഭാഗം ചതുരാകൃതിയിലുമാണ്. ഏറ്റവും മുകളിൽ ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ രൂപം കാണാം. താഴേക്ക് വരുമ്പോൾ വിവിധ ദേവീദേവന്മാരുടെ രൂപങ്ങളും ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ ഗണപതിയെ വണങ്ങിയേ തുടങ്ങാറുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിൽ ഗണപതിക്ക് വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട്.
ക്ഷേത്രത്തിൽ പലയിടങ്ങളിൽ ഗണപതി പ്രതിഷ്ഠകൾ കാണാം. നാലമ്പത്തിനകത്ത് ദശഭുജ ഗണപതി, പുറത്ത് സ്തംഭ ഗണപതി, പഞ്ചമുഖ ഗണപതി, മതിൽക്കെട്ടിനും പുറത്തും വലംപിരി ഗണപതി, ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് പല രൂപങ്ങളിൽ ഗണപതി പ്രതിഷ്ഠകൾ കാണാം. ദേവി ആറാട്ടിനെത്തുന്ന സൗവർണിക നദിയുടെ തീരത്തും ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്. ഇതെല്ലാം ഗണപതിക്ക് ഇവിടെ നൽകി വരുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ്. തെക്കുകിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ കാണും. ചതുർ ബാഹുവായ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠ. ഏകദേശം 3 അടി ഉയരം വരുന്ന വിഗ്രഹം. ശിലാനിർമ്മിതമാണിത്. പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടതു കൈയിൽ വജ്രായുധവും ധരിച്ച ഭഗവാന്റെ മുന്നിലെ ഇടതു കൈ അഭയമുദ്രയാക്കി താഴേക്കും മുന്നിലെ വലതു കൈ വരദ മുദ്രയാക്കി നേരെയും പിടിച്ചിരിക്കുന്നു. വലതു ചുമലിൽ വേൽ കാണാം. മുകളിലായി ചെറിയൊരു നാഗരൂപവും കാണാം. ഇത് നാഗഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ബ്രഹ്മാവിനെ ഈ ബന്ധനസ്ഥനാക്കിയ ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ സുബ്രഹ്മണ്യൻ നാഗരൂപം സ്വീകരിച്ച് തപസ്സിന് പോയ പുരാണ കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ രൂപം. എല്ലാ മാസത്തിലും വരുന്ന വെളുത്ത ഷഷ്ഠി ഇവിടെ അതിവിശിഷ്ടമാണ്. അവയിൽ തുലാമാസത്തിൽ വരുന്ന സ്കന്ദ ഷഷ്ഠിയും വൃശ്ചിക മാസത്തിൽ വരുന്ന സംഭാഷഷ്ഠിയും കൂടുതൽ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയോടൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 3 നാഗരൂപങ്ങളാണ് ഇവിടെയുള്ളത്. നാഗദോഷ നിവാരണത്തിന് ഇവിടെ നിരവധി പൂജകൾ നടത്താറുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. വെള്ളിയിൽ തീർത്ത ഏകദേശം 2 അടി ഉയരം വരുന്ന വിഗ്രഹം സാധാരണ കാണുന്ന സരസ്വതി രൂപത്തിൽ തന്നെയാണ്. സമീപം തന്നെ ഒരു ഗണപതി വിഗ്രഹവും കാണാം. ഇത് വിദ്യാഗണപതിയായി സങ്കല്പിക്കപ്പെടുന്നു. ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട്. അത്താഴ ശീവേലി സമയത്ത് ദേവിയെ ഇവിടെ കൊണ്ടുവന്ന് അല്പസമയം ഇരുത്തുന്നതാണ് പ്രധാന ചടങ്ങ്. ഈ സമയത്ത് ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അവിൽ നിവേദ്യമാണ് ഈ സമയത്തെ പ്രധാന വഴിപാട്. ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടമാക്കാറുണ്ട്. ഒട്ടുമിക്ക ദിവസവും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണാം. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് എല്ലാ വർഷവും തന്റെ ജന്മദിനമായ ജനുവരി 10 ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ട്. ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് കുട്ടികളാണ് വിദ്യാരംഭ ദിവസത്തിൽ ഇവിടെ വരുന്നതും അതുപോലെ തന്നെ ഈ ചടങ്ങിലെല്ലാം പങ്കെടുക്കുന്നതും. സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപ്പുരയും സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് 5 ശ്രീകോവിലുകൾ കാണാം. ഇവയിൽ ആദ്യത്തെ ശ്രീകോവിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റ് 4ഇടത്തും ശിവപ്രതിഷ്ഠകളുമാണ്. ശിവപ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠകൾ യഥാക്രമം തെക്ക് നിന്ന് വടക്കോട്ട് പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള ശിവലിംഗങ്ങളാണ് ഇവിടെയുള്ളത്. നഞ്ചുണ്ടേശ്വരന്റെ ശ്രീകോവിലിൽ മാത്രമാണ് നന്ദി പ്രതിഷ്ഠയുള്ളത്. അതിനാൽ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറ് ഗോപുരത്തിന് പുറത്ത് വടക്കു ഭാഗത്തായി ഒരു ചെറിയ ക്ഷേത്രം കാണാം. ഇവിടെ ഉഗ്രരൂപിയായ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ. ഭദ്രകാളിയാണ്. ദേവി സങ്കല്പത്തിൽ 3 വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി 2 ശ്രീകോവിലുകൾ കാണാം. ഇവയിൽ ഒന്നിൽ ഹനുമാനും മറ്റേതിൽ മഹാവിഷ്ണുവുമാണ് പ്രതിഷ്ഠകൾ. ലങ്കയിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന ഭാവത്തിലുള്ള വീര ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഏകദേശം 4 അടി ഉയരം വരുന്ന വിഗ്രഹം പൂർണ്ണമായും കുങ്കുമത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കും ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണു വിഗ്രഹം. 4 കൈകളിലായി ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ കാണാം. 2 പ്രതിഷ്ഠകൾക്കും താരതമ്യേന പഴക്കം കുറവാണ്. വടക്കു ഭാഗത്ത് ദേവസ്വം ഓഫീസുകളും വഴിപാട് കൗണ്ടറുകളുമാണ്. ഇവിടെയാണ് ക്ഷേത്രത്തിലെ രഥങ്ങൾ ഉത്സവകാലം ഒഴിച്ചുള്ള സമയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രൻ കുടികൊള്ളുന്നു.
ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടെ വീരഭദ്രന്റെ സങ്കല്പം. ആദ്യം വീരഭദ്രനെ തൊഴണം എന്നാണ് ആചാരം. വീരഭദ്രന്റെ ശ്രീകോവിലിന് സമീപം ഒരു ചുവട്ടിലുള്ള ഒരു തുളസിത്തറയും അതിന് ചുവട്ടിലുള്ള ഒരു പ്രത്യേക ദ്വാരത്തിൽ ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവും ഉണ്ട്. ഈ പ്രതിഷ്ഠ പിൻകാലത്തെ വന്നതാണ്. വിഗ്രഹം കാണണമെങ്കിൽ താഴേക്ക് നോക്കേണ്ടതുണ്ട്. അതിനാൽ പലരും ഇത് കാണാതെ പോകുന്ന പതിവുമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മയും അതുപോലെ അച്ഛനും ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് കൊല്ലൂര് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ 3 ദിവസം ഞങ്ങൾ അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. കോലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദി മഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസ്സിരുന്നുവത്രേ. ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജയന ശിവന് തപസ് ചെയ്തു വന്നിരുന്നു. തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി. ഇതിൽ കോപിഷ്ഠനായ മൂകാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗ, പരമേശ്വരി, മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ചെയ്തു. ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു. ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭുവായി അവതരിച്ചെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്ന് അറിയപ്പെടുന്നു. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാദ്രി മലയിൽ തപസ്സു ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരദായ ഭയ മുദ്രകൾ അണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിന്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം. ശ്രീ ലളിതാ പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകവുമാണ് മഹാമേരുവിന്റെ ചെറുപ്പതിയായ ശ്രീചക്രം. ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത്. ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു. അങ്ങനെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ സർവേശ്വരി, ആദിപരാശക്തിയായി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്നു. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു.